സുജിത് അയ്യപ്പത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഇന്നൊരു ഓർമ്മ മാത്രമായി മാറിയിരിക്കുന്ന വേദനയുടെ ദുഃഖത്തിൻ്റെ ഒരു സ്മൃതിരൂപമായി മാറിയിരിക്കുന്ന വെള്ളാർമല സ്കൂളിന് മുന്നിൽ നിന്നാണ്. വെള്ളാർമലയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, ഒരു ദുരന്തത്തിൻ്റെ തീരാത്ത ഓർമ്മ പോലെയാണ് ആ വെള്ളാർമല സ്കൂൾ ഇപ്പോഴുള്ളത്. അവിടെ ഉണ്ണിമാഷ് എത്തിയപ്പോൾ അദ്ദേഹം വിതുമ്പിക്കരഞ്ഞ് കുഴഞ്ഞു വീണതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ പഠിച്ച കുട്ടികൾ അവരുടെ ഓർമ്മകൾ വേദനയോടെ പങ്കുവെക്കുന്നതുമൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഈ വെള്ളാർമല സ്കൂളും അതുപോലെ തന്നെ മുണ്ടക്കൈ സ്കൂളിലെയും ഒക്കെ കുട്ടികൾക്ക് അവർക്ക് കൂടുതൽ മികച്ച സൗകര്യത്തോടു കൂടി പഠിക്കാനുള്ള അവസരം ഒരുക്കുമെന്നാണ്. എന്താണ് സുർജിത്ത് വെള്ളാർമല സ്കൂളിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് പറയാൻ പറ്റുന്ന വിവരങ്ങൾ? മറ്റൊന്ന്, നേരത്തെ ശക്തമായ മഴ, ഇപ്പോൾ സുർജിത്ത് ഈ ഉരുൾപൊട്ടലിൻ്റെ തലേനാൾ അവിടെ നിന്ന് കാര്യങ്ങൾ അറിയിച്ച ആളാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ എന്താണ് വിശദാംശങ്ങൾ? ഗോപി, ഞാൻ നിൽക്കുന്ന ഇടം വെള്ളാർമല സ്കൂളാണ്. തലേദിവസം ഞാൻ ഇവിടെ എത്തിയിരുന്നു. തലേദിവസം ആ പാലത്തിന് മുകളിൽ നിന്നാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. വലിയ മഴപ്പെയ്ത്ത്, ആ മഴപ്പെയ്ത്ത് എത്രമാത്രം രൂക്ഷമാണെന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുണ്ടക്കൈ പള്ളിയിൽ സ്ഥാപിച്ച CCTVയുടെ ദൃശ്യങ്ങൾ, ആ ദുരന്തത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വെള്ളാർമല സ്കൂൾ ഒരു ദുരന്ത സ്മാരകമായി ഇങ്ങനെ നിൽക്കുന്നു. വലിയ വേദനയുള്ള, സങ്കടമുള്ള കാഴ്ചയാണ്. ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അവരുടെ ഉള്ളിലുള്ള ആ ഒരു വികാരം എന്തെന്ന് നമുക്ക് ചോദിക്കാം. ചേച്ചി ഇവിടെ പഠിച്ചിരുന്ന? ഞാനിവിടെ പഠിച്ചത് 82, 83 വരെ ഞാനിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച മാഷാണിത്, മലയാളം മീഡിയത്തിൽ. അന്നിവിടെ +1 +2 ഒന്നും ഇല്ലായിരുന്നു, 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ഗ്രൗണ്ടും ഈ പുഴ സൈഡും ഒക്കെ ആയപ്പോൾ നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്കൂൾ തന്നെയായിരുന്നു. പക്ഷേ സ്കൂളും പോയി, അതേപോലെ നമ്മളെ കൂടെ പഠിച്ചവരും നമ്മൾ അറിയുന്നവരും എല്ലാവരും പോയി പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമമുണ്ട്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമുണ്ട്. അതാണ്, അത് സ്വാഭാവികമായൊരു വൈകാരികതയാണ് ആളുകളെ സംബന്ധിച്ച്. നമുക്ക് പോലും ഒരു പ്രയാസമുണ്ട്. അപ്പോൾ എത്രമാത്രമാകും ഇവരുടെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. മാഷേ ഏത് കാലത്തായിരുന്നു ഇവിടെ പഠിപ്പിച്ചത്? 79 ജനുവരി 9-ാം തീയതി മുതൽ 2000 വരെ. പിന്നെ പ്രമോഷൻ കിട്ടി എരുമക്കൊല്ലി, മേപ്പാടി ഭാഗങ്ങളിലേക്ക് പോയി. സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. ഇങ്ങനെ ഒരവസ്ഥ വന്നു പോയല്ലോ, ഇങ്ങനെയല്ല ആഗ്രഹിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും. ഇനിയും ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അതൊക്കെ പെട്ടെന്ന് വീണുടഞ്ഞ പളുങ്ക് പാത്രം പോലെയായി. ആർക്കും പ്രതീക്ഷയില്ല. ഇല്ല. ചെറിയ തോതിലൊക്കെ പുഴ നിറഞ്ഞു വരുമെന്നല്ലാണ്ട്, ഇപ്പോൾ ഭൗമശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെ ഇത് അണകെട്ടി ഈ മരങ്ങളും കല്ലും ഒക്കെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ ഈ പുഴ നിറഞ്ഞങ്ങ് ഒഴുകി പോകുമായിരുന്നു. അതും കൂടി ആയപ്പോൾ സ്കൂളിനെ വന്ന് അടിച്ചമർത്തുന്നതിനും വീടുകൾ ഇളക്കിക്കൊണ്ടു പോകുന്നതിനും ആൾക്കാരെ മരണത്തിലേക്ക് അകപ്പെടുത്തുന്നതിനും പ്രകൃതിക്ക് കഴിഞ്ഞു. എന്തായാലും അധ്യാപകരും വിദ്യാർത്ഥികളും, പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ഇവിടേക്ക് വരുന്നു, കാണുന്നു. നേരത്തെ ഒരു സാമുവൽ മാഷ് എന്ന് പറഞ്ഞ മാഷ് നമ്മളോട് സംസാരിച്ചു. ഇവിടുത്തെ പ്രധാന അധ്യാപകനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പങ്കുവെക്കുന്നതും ഇത്തരം വൈകാരികമായ ഒരു തലത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം ഒരു ദുഃഖകരമായ അന്തരീക്ഷമാണ്. എന്തായാലും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഒപ്പം തന്നെ മേലെ മുണ്ടക്കൈ ഭാഗത്തുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളെയും മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതായത് മേപ്പാടിയിലേക്ക് ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോടു കൂടി ഒന്ന് ചോദിക്കാം. ഈ സ്കൂളിനെ സംബന്ധിച്ച് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇങ്ങോട്ട് നിൽക്കാം. ഈ മുണ്ടകയിലെയും വെള്ളാർമല സ്കൂളിലെയും മുഴുവൻ കുട്ടികളെയും മെനിഞ്ഞാന്ന് ഞങ്ങൾ ഓർക്കുകളും മന്ത്രി, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞാനും പഞ്ചായത്ത് അധികൃതരും DD ഉൾപ്പെടെ ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്നിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ പറഞ്ഞത് പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള മുഴുവൻ കുട്ടികളെയും ഈ തൊട്ടടുത്ത് താമസിക്കുകയും അവർക്ക് മേപ്പാടി സ്കൂളിലേക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും അതിനാവശ്യമുള്ളതായ ക്രമീകരണം മുഴുവൻ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പം പെട്ടെന്ന് ആക്കാനുള്ള നടപടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ APJ അബ്ദുൽ കലാം ഹാള്, അതിൻ്റെ പാർട്ടീഷൻ. 2, നിലവിൽ അവിടെ 10-ലധികം വരുന്ന 20ഓളം വരുന്ന ബയോ ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റ് അവിടെ തന്നെ നിലനിർത്തുക.
കുട്ടികൾക്കുള്ളത്. അപ്പോൾ പുതിയ ബ്ലോക്കിൻ്റെ അനുസരിച്ച് പിന്നെ പുതിയ കിച്ചൺ ക്രമീകരിക്കാനുള്ള നടപടി, അഡീഷണലായ ക്ലാസ് റൂം വേണമെങ്കിൽ ആ ക്ലാസ് റൂം ക്രമീകരിക്കാനുള്ള നടപടി, അതിന് പിന്നെ കോഴിക്കോട് നിന്ന് വന്നതായിരിക്കുന്ന ബിൽഡേഴ്സ് ഗ്രൂപ്പുമായിട്ട് പ്രത്യേകം നമ്മൾ ചർച്ച നടത്തി. നമ്മളൊക്കെ അറിയുന്ന ആളുകളാണ്. അവരുമായിട്ട് ചർച്ച നടത്തി അവരുടെ ഒരു സിസ്റ്റം അതും ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സുരക്ഷിതമായി നടക്കാൻ വേണ്ടി കുറച്ച് റീറ്റെയിൻ വാളും കുറച്ച് സൗകര്യങ്ങളും അതും ക്രമീകരിക്കേണ്ടി വരും. അതിനുള്ള അടിയന്തര നടപടികൾ അതും പൂർത്തീകരിക്കുകയാണ്. പിന്നെ മറ്റൊന്നുള്ളത്, അവിടുത്തെ കുട്ടികളുടെ സ്ട്രെങ്ത്ത് കൂടുന്ന സമയത്ത് പൊതുവേ സ്കൂൾ വിടുന്ന സമയത്ത് കൂടുതൽ സമയം അവിടെ ബസ് കാത്ത് നിൽക്കുന്ന സാഹചര്യം, അതിന് അഡീഷണൽ ട്രിപ്പും അഡീഷണൽ സംവിധാനം ഒരുക്കാനുള്ള നടപടികൾ അതും ക്രമീകരിച്ചു. അങ്ങനെ വിദ്യാർത്ഥികളുടെ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കാനുള്ള ഒരു മിഷനാണ്. ആവശ്യമാണെങ്കിൽ പ്രീഫാബ് ഉൾപ്പെടെ എമർജൻസി ക്രമീകരിക്കാനുള്ള കാര്യവും ആലോചിക്കുന്നുണ്ട്. എന്തായാലും ടി സിദ്ദിഖ് MLA ആണ് പ്രതികരിച്ചത്. ഞാനിപ്പോൾ ഈ സ്കൂളിൻ്റെ വരാന്തയിലേക്ക് ഒന്ന് കയറുകയാണ്. വരാന്തയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടം വരും. കാരണം തലേ ദിവസം പകർത്തിയ ആ വിദ്യാലയമാണോ ഇത് എന്നുള്ളത്. നേരത്തെ ഇവിടെ റിപ്പോർട്ടിങ്ങിനൊക്കെ വരുന്ന ഘട്ടത്തിൽ ഈ സ്കൂളിൻ്റെ മതിൽ വേർതിരിക്കണം, അതായത് ഈ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് കൂടി ഒഴുകുന്ന ആ പുഴയും സ്കൂളും തമ്മിലുള്ള മതിൽ വേർതിരിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ PTA അടക്കം അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവരെല്ലാവരും ആവശ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് അതൊക്കെ അവർ പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിലത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ അതൊക്കെ കയറി വന്നിരുന്നു. നേരത്തെ ഈ വെള്ളം കയറി ഇവിടെ ഈ ഭക്ഷണം വയ്ക്കുന്ന പാചകപ്പുര ഉൾപ്പെടെ നശിക്കുന്ന ഒരു അവസ്ഥ, അതായത് അത് വീഴുന്ന രീതിയിലേക്കൊക്കെ പോയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇവിടെ വാർത്ത ചെയ്യാൻ വേണ്ടി നമ്മൾ എത്തിയത്. അങ്ങനെ മതിൽ വേണമെന്നുള്ള ആവശ്യം ആളുകൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടുത്തെ കെട്ടിടങ്ങളെ പൂർണ്ണമായും കവരുന്ന തരത്തിലേക്ക് ഈ മഹാദുരന്തം മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രയാസം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ മിഷനറി സംവിധാനങ്ങൾ ചലിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നു. ഈ ഇവിടുത്തെ മുഴുവൻ കുട്ടികളെയും മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഗോപി. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. വെള്ളാർമല സ്കൂളിൽ നിന്നാണ് സുർജിത്ത് വിവരങ്ങൾ നൽകിയതും. നമുക്കറിയാം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് തൊട്ട് തലേനാൾ വെള്ളാർമല സ്കൂളിലെത്തുകയും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്ത ആളാണ് സുർജിത്ത് അയ്യപ്പത്ത്. ഇന്നിപ്പോൾ ആ സ്കൂള് ഒരു വലിയ മൺകൂനയായി അവശിഷ്ടമായി മാറിയിരിക്കുന്നു. അതിൻ്റെ വലിയൊരു ഭാഗം ഈ ദുരന്തത്തിൽ നഷ്ടമായിരിക്കുന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കും എന്ന് സർക്കാർ ഉറപ്പ് നൽകുകയാണ്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, മുൻപ് അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ എന്നിവരൊക്കെയാണ് ഈ വെള്ളാർമല സ്കൂളിലെ ഓർമ്മകൾ പങ്കുവച്ചതൊപ്പം തന്നെ ടി സിദ്ദിഖ് MLA ഇനി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത്, എന്തൊക്കെ വേണമെന്ന കാര്യങ്ങളും നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു.